നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പ് പുറത്തു വരുമ്പോൾ അത് കണ്ടുപിടിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണെന്ന വാദമാണ് പ്രസിഡന്റ് PS പ്രശാന്ത് മുമ്പോട്ട് വയ്ക്കുന്നത്. തന്റെ കാലത്ത് എല്ലാം കിറുകൃത്യമാണെന്ന് പറയുന്നു. എന്നാൽ ഇത് തീർത്തും തെറ്റാണ്. ഒരു വ്യക്തിയുടെ കരുതലാണ് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. ഭസ്മക്കുളത്തിൽ നവനിർമ്മാണത്തിലൂടെ കോടികൾ കീശയിലാക്കാൻ ചിലർ നടത്തിയ ശ്രമത്തെ പൊളിച്ച അതേ വ്യക്തി 2024 ശബരിമല സ്പെഷ്യൽ കമ്മീഷണറായി ജയകൃഷ്ണൻ എത്തിയതാണ് നിർണായകമായത്. ഇതോടെ ശബരിമലയിലെ കള്ളക്കളികളുടെ ചെമ്പ് തെളിയാൻ തുടങ്ങി. ഭസ്മക്കുളത്തിലെ കള്ളക്കളികൾ കണ്ടെത്തിയ അതേ ജയകൃഷ്ണന്റെ റിപ്പോർട്ടാണ് ശബരിമലയിലെ ADGP MR അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയും പൊളിച്ചത്. ഫോട്ടോകൾ സഹിതമാണ് അന്ന് അജിത് കുമാറിന്റെ യാത്ര ജയകൃഷ്ണൻ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സന്നിധാനത്തില്ലെങ്കിലും അവിടെ നടക്കുന്നത് അറിയാനുള്ള അകക്കണ്ണ് ജയകൃഷ്ണന് കിട്ടി. അജിത് കുമാറിന്റെ ട്രാക്ടർ യാത്രയിൽ നടത്തിയതിനേക്കാൾ വലിയ ചടുല നീക്കമാണ് ജഡ്ജ് ജയകൃഷ്ണൻ സ്വർണ്ണപ്പാളിയിൽ നടത്തിയത്. അതീവ രഹസ്യമായി സ്വർണ്ണപ്പാളിയുമായി കടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്ത്രങ്ങൾ പാളി. ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴങ്ങാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു തട്ടക്കാരൻ ജയകൃഷ്ണൻ. സ്വർണ്ണപ്പാളികൾ തന്നെ അറിയിക്കാതെ ഇളക്കിക്കൊണ്ടുപോയി എന്ന് ഹൈക്കോടതിയെ ജയകൃഷ്ണൻ അറിയിച്ചിടത്തു നിന്നാണ് വിവാദങ്ങളുടെ തുടക്കം. ആദ്യമെല്ലാം ഇതിൽ പ്രശ്നമൊന്നുമില്ലെന്ന് വീമ്പ് പറഞ്ഞു ദേവസ്വം ബോർഡ്. സ്വർണ്ണപ്പാളി പോലും നന്നാക്കാൻ കൊണ്ടുപോകാനുള്ള അവകാശം ദേവസ്വത്തിന് ഇല്ലേ എന്ന ചർച്ചയും ഉയർത്തി. പെട്ടെന്നാണ് കള്ളക്കളികൾ ഓരോന്നായി പുറത്തേക്ക് വന്നത്. 2018 സ്വർണ്ണപ്പാളിയിലേക്ക് കാര്യങ്ങളെത്തി. സമാന രീതിയിൽ സ്വർണം മോഷ്ടിക്കാനായിരുന്നു 2025 ലക്ഷ്യം. പക്ഷേ ജയകൃഷ്ണൻ എന്ന ജുഡീഷ്യൽ ഓഫീസർ അത് തടഞ്ഞുവെന്നതാണ് വസ്തുത. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിൽ 2019 സ്ഥാപിച്ച 50 പവനോളം സ്വർണം പൂശിയ പാളികളായിരുന്നുവെങ്കിലും ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാൻ കഴിഞ്ഞ വർഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നടത്തിയ കത്തിടപാടിലും ഫയലിലും അത് വീണ്ടും ചെമ്പ് പാളികളായി. 1999 1.5 കിലോഗ്രാം സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന്റെ പാളുകൾ 2019 ചെമ്പ് പാളിയെന്ന് മഹസറിൽ രേഖപ്പെടുത്തി തട്ടിപ്പിന് കളമൊരുക്കിയതും മുരാരി ബാബു ആയിരുന്നുവെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് മുരാരിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളുകൾ ഇളക്കിക്കൊടുത്ത് വിടാനായിരുന്നു ശ്രമം. സ്വർണം പൂശിയതിന്റെ 40 വർഷത്തെ വാറന്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. ഇതിനായി മുരാരി ബാബു ദേവസ്വം ബോർഡിനോട് അനുമതി തേടിയെങ്കിലും ലഭിച്ചില്ല. എന്നാൽ ആ നടപടിയുടെ തുടർച്ചയായാണ് കഴിഞ്ഞ മാസം പാളുകൾ ഇളക്കിയെടുത്ത് ഉദ്യോഗസ്ഥ മുഖേന ചെന്നൈയിലെത്തിച്ചത്. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയായിരുന്നു ഇത്. സ്പെഷ്യൽ കമ്മീഷണറായ ന്യായാധിപൻ ജയകൃഷ്ണൻ ഇത് അറിഞ്ഞെടുത്ത് തുടങ്ങിയതാണ് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും നെട്ടോട്ടം. ശബരിമലയിലേത് അയ്യപ്പന്റെ ഇടപെടലാണെന്ന് CPM നേതാവ് AK ബാലനും സമ്മതിക്കുന്നു. അയ്യപ്പനാണ് വിജയിക്കുന്നത്. ഈ വിജയം സാധ്യമാക്കിയത് ജയകൃഷ്ണൻ എന്ന ജഡ്ജിയുടെ ഇടപെടലാണെന്നതാണ് വസ്തുത. ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പാളുകൾ ഇളക്കിക്കൊടുത്ത് വിടാനായിരുന്നു ശ്രമം. സ്വർണം പൂശിയതിന്റെ 40 വർഷത്തെ വാറന്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. ഇതിനായി മുരാരി ബാബു ദേവസ്വം ബോർഡിനോട് അനുമതി തേടിയെങ്കിലും ലഭിച്ചില്ല. എന്നാൽ ആ നടപടിയുടെ തുടർച്ചയായാണ് കഴിഞ്ഞ മാസം പാളുകൾ ഇളക്കിയെടുത്ത് ഉദ്യോഗസ്ഥ മുഖേന ചെന്നൈയിലെത്തിച്ചത്. തട്ടിപ്പ് നടന്ന 2019 പുതിയതായി സ്ഥാപിച്ച പാളികളിൽ 397 ഗ്രാം സ്വർണമാണ് പൂശിയത്. 4 വർഷത്തിനു ശേഷം 2023 തന്നെ ഇതിന് കേടും പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും ഇളക്കിയെടുത്ത് കൊണ്ടുപോകാനുള്ള നീക്കം ആരംഭിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇതിനും ചരട് വലിച്ചതെന്നാണ് വിവരം. 2024 ഒക്ടോബർ 10 മുരാരി ബാബു സ്മാൾ ക്രിയേഷൻസിന് അയച്ച കത്തിൽ ശില്പത്തിലെ ചെമ്പ് പാളികളുടെ അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് അവർ ഒക്ടോബർ 16 അയച്ച മറുപടി കത്തിൽ വ്യക്തമാക്കുന്നു. ഒരു ചെലവുമില്ലാതെ 34 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ചെയ്തു തരാമെന്നും പാളുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണമെന്നും കത്തിൽ പറയുന്നുണ്ട്. ഈ മറുപടി കത്തിന്റെ പകർപ്പിലാണ് ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിടാൻ അനുവദിക്കണമെന്ന കുറിപ്പ് മുരാരി ബാബു ദേവസ്വം ബോർഡിന് നൽകിയത്. പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് വിളിച്ച് ഈ വിഷയം സംസാരിച്ചെങ്കിലും അനുമതി നിരസിച്ചുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നു. ശബരിമല ക്ഷേത്രത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണറായി ജയകൃഷ്ണനെ കേരള ഹൈക്കോടതി നിയമിച്ചത് 2024 2 വർഷത്തേക്കാണ് ഈ സുപ്രധാന പദവിയിലേക്ക് അദ്ദേഹത്തെ നിയമിച്ചത്. അന്ന് പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന കൊല്ലം കൊട്ടാരക്കരയിലെ പ്രത്യേക കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ജയകൃഷ്ണൻ.
ശബരിമല ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ പ്രധാന ചുമതല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിയമപരമായ മേൽനോട്ടം ഉറപ്പാക്കുക, കണ്ടെത്തുന്ന പ്രശ്നങ്ങളും ആവശ്യമായ ശുപാർശകളും ഹൈക്കോടതിക്ക് റിപ്പോർട്ടുകളായി സമർപ്പിക്കുക എന്നിവയും ചുമതലയാണ്. മണ്ഡല മകരവിളക്ക് മഹോത്സവം ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിൽ സുഗമമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിലും നിയമപ്രകാരമുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കുന്നതിലും സ്പെഷ്യൽ കമ്മീഷണർക്ക് നിർണായക പങ്കുണ്ട്. മുൻകാലങ്ങളിലും ഈ പദവിയിൽ ഉണ്ടായിരുന്നവർ ക്ഷേത്രത്തിന്റെ സുസ്ഥിരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിലെ പ്രത്യേക കോടതി ജഡ്ജി എന്ന നിലയിൽ ആർ ജയകൃഷ്ണൻ സേവന പരിചയം ശബരിമലയിലെ സങ്കീർണമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് മുൻകൂട്ടാക്കുമെന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിനുള്ള പ്രായോഗിക ജ്ഞാനം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ സാമൂഹികവും നിയമപരവുമായ വിഷയങ്ങളിൽ കൃത്യമായ കാഴ്ചപ്പാടോടെ ഇടപെടാൻ അദ്ദേഹത്തെ സഹായിച്ചു എന്നതാണ് വസ്തുത. ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യങ്ങളിൽ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമായ നിയമപരമായ മേൽനോട്ടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ജഡ്ജി പ്രവർത്തിക്കുകയും ചെയ്തു. ശബരിമല ക്ഷേത്രത്തിന്റെയും തീർത്ഥാടകരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ജയകൃഷ്ണന്റെ സേവനം എത്രത്തോളം നിർണായകമായി എന്നതിന് തെളിവാണ് സ്വർണ്ണപ്പാളിയിലെ അദ്ദേഹത്തിന്റെ ഇടപെടൽ. ജയകൃഷ്ണൻ ജില്ലാ ലീഗൽ അതോറിറ്റി സെക്രട്ടറി ആയിരുന്ന കാലത്താണ് രാജ്യത്തെ മികച്ച ലീഗൽ സർവീസ് അതോറിറ്റിക്കുള്ള ദേശീയ പുരസ്കാരം പത്തനംതിട്ടയ്ക്ക് കിട്ടിയത്. കോട്ടയത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, തിരുവനന്തപുരം വാടക നിയന്ത്രണ കോടതിയിൽ ജൂനിയർ സിവിൽ ജഡ്ജ്, പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ്, സബ് ജഡ്ജ്, തിരുവനന്തപുരത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, പോക്സോ കോടതി ജഡ്ജ്, സർവകലാശാല അപ്പലേറ്റ് ട്രിബ്യൂണൽ ജഡ്ജ് എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്.